ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മളിതൊരു ക്രിസ്മസിനൊക്കെ ഇടേണ്ട ഒരു വീഡിയോ ആണ്. ഇപ്പോഴാണ് നമുക്കിതിനൊക്കെ ടൈം കിട്ടിയിട്ടുള്ളത്. പിന്നെ ഞാൻ വിചാരിച്ചു ഏതായാലും നമ്മൾ ഷൂട്ട് ചെയ്തതല്ലേ, അപ്പോൾ ഇത് ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇടുന്നത് എന്നെല്ലാം അറിയാം. അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു പാളിപ്പോയൊരു ഇതാണ്. ഞാൻ അങ്ങനെ ക്രിസ്മസിനൊരു ഡെക്കറേഷൻ ചെയ്തിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് തന്നെ എങ്ങനെ ചെയ്യണം എന്താണെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനൊരു 2 ദിവസം ക്രിസ്മസിൻ്റെ 2 ദിവസം മുന്നേ ആയിട്ടാണ് സാധനം വാങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുവിധം ഐറ്റംസ് എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ബാക്കിയായിട്ടുള്ള കുറച്ച് ഐറ്റംസാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് ഞാനൊരു തട്ടിക്കൂട്ടി ഒരു ക്രിസ്മസ് ഡെക്കർ ചെയ്തതാണ്. ഞാൻ ആദ്യമായിട്ട് ചെയ്യല്ലേ, അപ്പം ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ, എനിക്ക് വലിയൊരു ധാരണയില്ല. അങ്ങനെ ഫസ്റ്റ് തന്നെ നമ്മളൊരു ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ ചെയ്യാൻ നോക്കുന്നത്. അങ്ങനെ ഒരു ചാർട്ട് വെച്ചിട്ട് ഇതുപോലെ കോണ് പോലെ മടക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു സംഭവം ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു തട്ടിക്കൂട്ട് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിട്ടുണ്ട്. ട്രീ ഉണ്ടാക്കിയതെന്നല്ല ഇവിടെ വിഷയം. അതിൽ ഹാങ് ചെയ്യാനുള്ള ഓരോ ഐറ്റംസും ഞാൻ ഹാങ് ചെയ്യുന്നത് ഒന്നും അതിൽ നിൽക്കുന്നുണ്ടായില്ല. കാരണം ഒരു പ്രോപ്പർ ക്രിസ്മസ് ട്രീ അല്ലല്ലോ, അതുകൊണ്ടായിരിക്കാം ഞാൻ അതിങ്ങനെ വെക്കുന്നു, അത് വീഴുന്നു. ഇത് തന്നെയായിരുന്നു കുറേ ടൈം. അവസാനം ഞാൻ ഡബിൾ സൈഡ് ടാപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ വെച്ചിട്ട് ഒട്ടിച്ചു നോക്കി. അങ്ങനെയാണ് പിന്നെ എല്ലാം അതിൽ നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഏതായാലും ക്രിസ്മസ് ട്രീ ഒരുവിധമൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീൻ്റെ മുകളിൽ വെക്കാനായിട്ട് ഒരു സ്റ്റാർ ഉണ്ടാക്കണം. സ്റ്റാർ ഞാനിതാ ഈ ഒരു ഗ്ലിറ്റർ പേപ്പർ വെച്ചിട്ടൊരു സ്റ്റാർ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് അതിൻ്റെ മുകളിലായിട്ടും വെച്ച് കൊടുത്തു. പിന്നെ നമ്മൾ ഒരു ക്രിസ്മസ് ആയി തുടങ്ങിയപ്പോൾ തന്നെ കുറേ ക്രിസ്മസ് ക്രാഫ്റ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓരോ ഐറ്റംസ് ആയിട്ട് അത് വെച്ചിട്ടൊക്കെയാണ് പിന്നെ നമ്മൾ ഒരു ഡെക്കറേഷൻ ആണല്ലോ, അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ 1-2 ഐറ്റംസും കൂടെ ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ റാഹ അതിനൊന്നും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കുറച്ച് ടൈമൊക്കെ അവൾക്ക് ക്ഷമ ഉണ്ടാവുള്ളൂ. കുറേ ടൈം നമ്മൾ ഇതിൻ്റെ പുറകെ ഇരിക്കുമ്പോൾ അവൾക്കും തന്നെ ഭയങ്കര മടുപ്പാണ്. അപ്പോൾ അവളെ മൈൻഡ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ കുറുമ്പായി അലമ്പായി. അപ്പോൾ ഞാൻ പിന്നെ ഇത്ര മതി എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഒരു ചെറിയൊരു റീത്തും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ആദ്യം തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഡെസ്കിൻ്റെ ഒരു കോർണർ മാത്രമേ ഞാൻ ഡെക്കറേറ്റ് ചെയ്യൂ എന്നുള്ളത്. അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. മിസ്റ്റർ പപ്പാനയ്ക്ക് ഇവിടെ ഇരിക്കാൻ ഒട്ടും താല്പര്യമില്ലാന്ന് തോന്നുന്നു. ഞാൻ കുറേ പ്രാവശ്യമായി അതിനെ അവിടെ ഒട്ടിക്കുന്നു, അത് ചാടും. ഞാൻ അത് എങ്ങനെയെങ്കിലും അവിടെ നിന്നിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് പല വിധത്തിൽ ഒട്ടിച്ച് നോക്കിട്ടോ. പിന്നെ ഞാനിതാ ഇവിടെ ആയിട്ടൊരു 3 ഐറ്റംസ് ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മുന്നേ ഉണ്ടാക്കിയ ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ടുള്ള ആ ഒരു റീത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഡെക്കറേഷൻ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്ര വലിയൊരു സംഭവമൊന്നുമല്ല, ഒരു ചെറുതായിട്ടുള്ളൊരു മേക്ക് ഓവർ ആണെന്നുള്ളത് കേട്ടോ. അപ്പം ഞാനിതിടാൻ ലേറ്റ് ആയതിൽ ഞാൻ എല്ലാവരോടും സോറി പറയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു അടിപൊളിയായിട്ട് വീഡിയോ വരുന്നവരെ ബായ്. പിന്നെ നമ്മുടെ റാഹക്ക് എന്തൊക്കെയോ പറയാണ്ട് കേട്ടോ. അവളെന്തോ മൈക്കയിൽ നോക്കിയിട്ട് ഓരോന്ന് പറയുന്നുണ്ട്. എന്താ റാഹക്ക് പറയാല്ലേ?